ഈ കോൺഗ്രസിനൊരു കപട ചരിത്രമുണ്ട് എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള പല ചരിത്രങ്ങളും ഇപ്പോൾ മുഗൾ ചരിത്രങ്ങളായാലും കോൺഗ്രസിൻ്റെ ചരിത്രങ്ങളായാലും ഒക്കെ നമ്മളെ അവർക്കിഷ്ടമുള്ള ചില ചരിത്രങ്ങളാണ് കുഞ്ഞുനാൾ മുതലേ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നീട് കുറേയൊക്കെ വലുതായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല, നമ്മൾ കുറച്ചും കൂടെ ചരിത്രം അന്വേഷിച്ചു പോവുകയും കൂടുതൽ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടക്കുന്നുണ്ട്. സമരം അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം ഉള്ളത്. പക്ഷേ അതിനിടയ്ക്ക് KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആശാ വർക്കേഴ്സിനൊപ്പം തന്നെ ഈ വ്യാപാരി വ്യവസായി അംഗങ്ങളും എല്ലാം സമരത്തിന് വേണ്ടി ഇറങ്ങണം എന്നാണ് KC വേണുഗോപാലിൻ്റെ അഭിപ്രായം. പക്ഷേ ഇവർ ഭരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള വലിയ സമരങ്ങൾക്കൊന്നും ഇവരൊരു പിന്തുണയും കൊടുത്തിരുന്നില്ല എന്നതും, ഇങ്ങനെ ഈ ആളുകളെ ഇങ്ങനെ സമരത്തിന് ആഹ്വാനം ചെയ്യുക, അതിലേക്ക് ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അതിന് അർഹതയുണ്ടോ, അല്ലെങ്കിൽ അതിൽ പ്രത്യേക ഏതെങ്കിലും അജണ്ടയുണ്ടോ? അല്ല, കോൺഗ്രസ്സിന് സത്യത്തിൽ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയില്ല. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്ത് സംഭവിച്ചാലും കോൺഗ്രസ്സിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നിലവിലിരിക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം നമുക്കൊരു ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞ പോലെ ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അതിനകത്ത് രണ്ട് പക്ഷത്തും മിസ്റ്റേക്ക് ഉണ്ട്. രണ്ട് പക്ഷം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭരിക്കുന്ന ആളുകളുടെയും പ്രതിപക്ഷത്തിൻ്റെ മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആശാ വർക്കേഴ്സിൻ്റെ അല്ല. കാരണം അവർക്ക് ഒരു മാസം കൊടുക്കുന്ന 7000 രൂപയാണ് ശമ്പളം കൊടുക്കുക. ഒരു 2000 രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. അതിന് 9000 രൂപയാണ് അവർക്കൊരു മാസം കിട്ടുക. അതിലിതിന് 3-5 മാസത്തിൽ ശമ്പളമില്ല, ഈ ശമ്പളം കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരിപ്പോൾ ആവശ്യപ്പെടുന്നത് വേതന വർധന ആവശ്യപ്പെടുന്നു. ഒരു ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ. ആ ഒരു പ്രവർത്തനത്തിന് സമയം പോലും ഇല്ല. അപ്പം 8 മണിക്കൂർ എന്ന ജോലി സമയം പറയുന്നുണ്ട്. 8 മണിക്കൂറാണ് അവർ പണിയെടുക്കുക. 12 മണിക്കൂറും 15 മണിക്കൂറും പണിയെടുക്കുന്ന ആശാ വർക്കേഴ്സിനെ എനിക്ക് നേരിട്ടറിയാം. അവർക്ക് കൊടുക്കുന്ന 7000 രൂപ കൊടുക്കുക, അങ്ങനെ വളരെ കുറഞ്ഞ വേതനം കൊടുക്കുക. അപ്പോൾ അവരാവശ്യപ്പെടുന്നത് അവരുടെ വേതനം 15000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. രണ്ടാമത്തത് അവർ ശമ്പളത്തിലുള്ള വേതനത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കണം. മൂന്നാമതൊരാവശ്യപ്പെടുന്നത് അവർ റിട്ടയർമെൻറ്റ് പ്രായം നേരത്തെ തീരുമാനിച്ച് 65 വയസ്സാണ്. അത് ന്യായമായിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അവർക്ക് 65 വയസ്സാക്കിക്കൂടാ? കാര്യം ഇപ്പോൾ നമ്മൾ 56 വയസ്സിൽ ഇവർ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ 50 വയസ്സിലാണ് ആശാ വർക്കർ ആകുക. ഇവർ പിന്നെ ഇവിടുന്ന് 56 വയസ്സിൽ റിട്ടയർ ചെയ്യുക. പിന്നെ ഇവർക്ക് പെൻഷൻ ആനുകൂല്യമൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. ഇവരാവശ്യപ്പെടുന്നത് ഇവരുടെ റിട്ടയർമെൻറ്റ് സമയത്ത് ഇവർക്കൊരു 5 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ റിട്ടയർ ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് 3 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അവിടെ 62 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന 62 വയസ്സാണെന്നാണ്. ഇവിടെ ഇവർ 65 വയസ്സ് ആവശ്യപ്പെടുന്നുണ്ട്. 65 വയസ്സ് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ 62 വയസ്സാക്കാമല്ലോ. കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ പ്രായം എത്രയാണ്? 18 വയസ്സ് തുടങ്ങിയിട്ട് പണിയെടുക്കുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ള ആൾ 62 വയസ്സിലാണ് റിട്ടയർ ചെയ്യുക. സുപ്രീം കോടതിയിലെ ജഡ്ജ് 65 വയസ്സിലാണ് റിട്ടയർ ചെയ്യുക. പിന്നെ എന്തുകൊണ്ട് ആശാ വർക്കർക്ക് അത് പാടില്ല? ആശാ വർക്കർ എപ്പോഴും ഒരു പ്രദേശത്തുള്ള ജനങ്ങളുടെ നാഡീസ്പന്ദനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് ആശാ വർക്കർമാർ. അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ എനിക്കൊരു മറുപക്ഷം അതിനകത്ത് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനമാണ്. സർക്കാർ ഇപ്പോൾ ലേറ്റസ്റ്റ് എടുത്തിരിക്കുന്ന അവരോട് 48 മണിക്കൂർ നിങ്ങളെല്ലാവരും അവിടെ പോലീസിന് മുമ്പിൽ ഹാജരാവണം. അതിനെന്താ കാരണം പറഞ്ഞിരിക്കുന്നത്? നിങ്ങളവിടെ വഴിതടയൽ, നിങ്ങൾ സമരം നടത്തി, അവിടെ ജനജീവിതം സ്തംഭിപ്പിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ ഗൂഢാലോചന നടത്തി. എന്ത് ഗൂഢാലോചനയാണ് ഈ ആശാ വർക്കേഴ്സ് നടത്തുക? 7000 രൂപ ശമ്പളം മേടിക്കുന്നതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സമരം നടത്തുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ എടുക്കേണ്ടത് പിണറായി വിജയനെതിരായിട്ടാണല്ലോ. അവിടെ നിയമസഭയുടെ മുമ്പിൽ അവിടെ നിന്ന് കക്കൂസായിട്ട് നിയമസഭയുടെ മുമ്പ് ഉപയോഗിച്ചല്ലോ. ഈ തരം MLA-മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് ആ ചാടിക്കളിക്കുന്ന ഒരു മൃഗത്തിൻ്റെ രീതിയിൽ ഓടിക്കളിച്ചിട്ടുള്ളൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആള്. അയാളെ പോലെയൊക്കെ ഒന്നും ഇവരാരും കാണിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രകൃതമൊന്നും ഒരിക്കലും നമ്മുടെ ആശാ വർക്കേഴ്സ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസുകൾ ഒട്ടും ഒരു മര്യാദയ്ക്ക് നിരക്കുന്നതല്ല, ഒരു സർക്കാരിന് ഭൂഷണമല്ല. പക്ഷേ അതിന് മറുപക്ഷത്തെ അതിനെ സംബന്ധിച്ചുള്ളത് ഇതിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനമാണ്. പ്രതിപക്ഷ ഈ സമരത്തെ പിന്താങ്ങുന്ന വിരോധമില്ല. പ്രതിപക്ഷ സമരത്തെ പ്രോത്സാഹിപ്പിക്കുക, ഈ വിഷയത്തെ പരിഹരിക്കേണ്ട യാതൊരു പരിശ്രമം നടത്താതിരിക്കുക. കോൺഗ്രസിന് സമീപനം അതാണ്. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വായിക്കുന്നത്? നിങ്ങൾ ആശാ വർക്കേഴ്സ് സമരം നടത്തട്ടെ, വ്യാപാരി വ്യവസായികൾ സമരം നടത്ത്. ഇയാളെ ആരേത് പഠിപ്പിച്ചത്? ഈ നാടിനെ കുട്ടിച്ചോറാക്കിയത് കോൺഗ്രസ്സുകാരല്ലേ? ഇത് ആദ്യമായിട്ടല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രസ്ഥാനം അടക്കം വരുന്നത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഈ ഭരണം സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്നതാണോ, അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? അങ്ങനെ അല്ലല്ലോ ഒരിക്കലും കോൺഗ്രസ് ചിന്തിച്ചിരിക്കുന്നത്.
അത് കോൺഗ്രസ് 1957 തുടങ്ങിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് ജനങ്ങളെ ദ്രോഹിച്ചതിൻ്റെ കണക്കുകളുടെ ഒരു സ്ഥിതിവിവര കണക്കുകളുടെ നിലവിലുണ്ട്. അത് തന്നെയാണ് കെ സി വേണുഗോപാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് കണക്ക് അവർ 57 നമ്മൾ ജനങ്ങളെ പട്ടിണിക്കിടുകയായിരുന്നു. EMS നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാം, EMSന്റെ മോശം ഭരണമാണ്, ആർക്കും ഒരു സംശയ കരുതലില്ല. മറിച്ച് അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത് ഒരാൾക്ക്, ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു മാസത്തേക്ക് 800 ഗ്രാം അരിയാണ് കൊടുത്തത്. വെറും 800 ഗ്രാം. കഞ്ഞി വെച്ച് കുടിക്കാൻ കഴിയുമോ? കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുമോ? ഇതെന്താ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ലേ? അതുകൊണ്ട് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി KC ജോർജാണ്, CPIയിലാണ് അദ്ദേഹം പിൽക്കാലത്തുണ്ടായി, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം ആ കാലത്ത് പറഞ്ഞു നിങ്ങളൊക്കെ മക്രോണി മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ മക്രോണി കൊണ്ടത് KC ജോർജാണ്. ഇത് കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനവിരുദ്ധമായ നടപടിയുടെ ഭാഗമായിട്ടാണ്. അന്ന് നെഹ്റു വേറൊരു പണി കൂടി നടത്തി. ആ കേരളം അടങ്ങുന്ന കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക അടങ്ങുന്നൊരു സോൺ ഉണ്ടാക്കി. ഈ സോണിലുള്ള ആളുകൾക്ക് പരസ്പരം അരി എക്സ്ചേഞ്ച് ചെയ്യാം. ആന്ധ്രയിലെ അരി കൂടുതലിന് കേരളത്തിലേക്ക് തരാം. നെഹ്റു ആ സമയത്തൊരു പണി നടത്തിയത് ആന്ധ്രയിൽ നിന്ന് അരിയെടുത്ത് പശ്ചിമ ബംഗാളിലേക്കും മഹാരാഷ്ട്രയിലേക്കും മാറ്റി. ഫലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് കൂടിയ വിലയ്ക്ക് പോലും അരി കിട്ടുന്ന വൃത്തിയിലുണ്ടായി. അങ്ങനെ വന്ന സമയത്താണ് ശ്രീരാം ഏജൻസീസിൽ നിന്ന് കേരളം 5000 ടൺ അരി വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ₹1.60 വില കൂടുതലും കണ്ട വാങ്ങിക്കുന്ന അരി. അത് ദാറ്റ് ഈസ് വിത്തൗട്ട് എനി കൊട്ടേഷൻ. നേരിട്ട് അരി മേടിക്കുകയാണ് KC ജോർജ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പിൽക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആന്ധ്ര അരി കുംഭകോണം എന്ന് കേട്ടിട്ടുണ്ട്. അതായിരുന്നു സംഭവം. ഈ അരി കുംഭകോണത്തിന്റെ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, കോൺഗ്രസ് ആണ്. അതിന് ഉത്തരവാദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഉത്തരവാദി. അത് അന്ന് മാത്രമല്ലല്ലോ ചെയ്തത്. 1967 EMS മന്ത്രിസഭ വന്നു. കഴിവുകെട്ട മന്ത്രിസഭയാണ് കേട്ടോ. EMSന്റെ മന്ത്രിസഭയിൽ EMSന് കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. അത്രയ്ക്ക് ഒരു നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈശ്വരാധീനം കൊണ്ട് ചില നല്ല മന്ത്രിമാരുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ തരത്തിലുള്ള ചില മന്ത്രിമാരുള്ളതുകൊണ്ട് മാത്രം പിഴച്ചുപോയ ആളാണ് EMSന്റെ മന്ത്രിസഭ വന്നിട്ട് ഈ ജനങ്ങളുടെ പ്രശ്നം അരിക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് മുട്ടുന്ന ജനങ്ങളായിരുന്നു. 67 അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പട്ടിണിയാണ്. റേഷൻ കടയിൽ കൂടി അരി കിട്ടാനില്ല. അന്ന് ഇതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി അച്ഛനെ പിന്തുടർന്നുകൊണ്ട് 800 ഗ്രാം അരിയാക്കി. അന്ന് 800 ഗ്രാം അരി എന്നുള്ള ഇടക്കാലം 400 ഗ്രാം ആക്കി. മലയാള മനോരമ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ 1973 ജൂലൈ മാസത്തിലെ പത്രത്തിൻ്റെ വാർത്തയിലാണ് ആ വാർത്തയുള്ളത്. 400 ഗ്രാം അരി ഒരു വീട്ടിലേക്ക് ഒരാൾക്ക് എങ്ങനെ ഇത് കഞ്ഞി കുടിച്ച് ജീവിക്കുക? അങ്ങനെ വന്ന സമയത്ത് ആ സമയത്ത് റേഷൻ കടയിൽ കൂടി അരി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് എല്ലാ റേഷൻ കടക്കാരനും അതിനോട് ചേർന്നൊരു പലചരക്കട തുടങ്ങി. ഈ പലചരക്കടയിൽ അരി വിൽപ്പനയുണ്ട്. അന്നും ഓപ്പൺ മാർക്കറ്റിലെ വില 3.5 രൂപയാണ്. ഈ റേഷൻ കടയോട് ചേർന്നുള്ള അരി വിൽപ്പനശാലയിൽ 4 രൂപയ്ക്ക് അരി കിട്ടും. ഈ അരി മുഴുവൻ കുതിർത്ത അരിയാണ്. ഓരോ ചാക്കരിയുടെ ഉള്ളിലും 4 കിലോ വരയ്ക്കും വെള്ളം അതിനകത്തുണ്ടായിരുന്നു. എങ്ങനെ വെള്ളം വരികയെന്നറിയാമോ? ഈ ചെറിയ ജാറുകൾ കിട്ടും, ഓടിൻ്റെ ജാറുകൾ കിട്ടും. ആ ജാർ അരിക്കുള്ളിലേക്ക് ഇറക്കി വയ്ക്കും. ഇവിടെ പിടിക്കാൻ സംവിധാനമില്ല, കേരള സർക്കാരിൻ്റെ സംവിധാനമില്ല. ഭക്ഷ്യവകുപ്പ് വന്നൊരു അഴിമതിയുടെ കൂത്തരങ്ങാണ്. മന്ത്രിമാർ വിവരം കെട്ട മന്ത്രിമാരാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞ 67 ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു, പേര് ഇമ്പിച്ചി വാവ എന്നാണ്. വളരെ മാന്യമായിട്ട് നമ്മൾ പറയാ. അയാൾ ഒരാൾക്ക് അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത് ചാർമിനൽ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളാണ് എഴുതി കൊടുക്കുന്നത്. ഇയാളെ KSRTCയിൽ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ളൊരു ഭരണമായിരുന്നു കേരളത്തിൽ 67. അതിനൊക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസ് അന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിച്ചു. അന്ന് പന്തിയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് KSU ആണ്. ഇന്നത്തെ ശ്രീമാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ. ഇവർ സമരം നടത്തിയ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ബസ് റോട്ടിൽ കൂടി പോകുന്ന സമയത്ത്, റോഡൊക്കെ ആകപ്പെട്ട് തല്ലിപ്പൊളി റോഡുകളാണ് കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ആ റോഡിൽ കൂടി ബസ് പോവും. ബസ്സിൽ വെള്ളം ആളുകളുടെ മേൽ തെറിച്ചു. വിദ്യാർത്ഥികളുടെ സമരമാണ്. ഫീസ് ഉണ്ടായിരുന്നു, ആ ഫീസ് നിർത്തലാക്കണം. വിദ്യാർത്ഥികളുടെ സമരമാണ്. ഇപ്പോൾ ആരെങ്കിലും ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ ഏതെങ്കിലും കുട്ടിയെ നോക്കി സമരമാണ്. ഏതെങ്കിലും സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ല, വിദ്യാർത്ഥികളുടെ സമരമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മുച്ചൂടും നശിപ്പിച്ചത് കോൺഗ്രസും KSU നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥി സമരങ്ങളാണ്. ഇതിന് കാരണം EMS കൂടിയാണ്. ഈ തരത്തിൽപ്പെട്ട രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകൃഷി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും ഭക്ഷ്യരംഗത്തൊക്കെ തന്നെ തകർത്തിട്ടുണ്ട്. സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇപ്പോഴത്തെ അന്തരീക്ഷം അത് തന്നെയാണ്. KC വേണുഗോപാലിൻ്റെ പ്രസ്താവന രാജ്യവിരുദ്ധ പ്രസ്താവനയാണ്. എന്തിനാണ് വ്യാപാരികൾ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്? കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടോ?
ഈ ഒരു വില നിയന്ത്രണം അനിവാര്യമല്ലേ? പണ്ട് ഇവർ തന്നെ ചെയ്തല്ലോ, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തുടങ്ങിയ കാലത്ത് ഇവർ പറഞ്ഞല്ലോ എല്ലാ ദിക്കിലും വില ഒരു പട്ടിക വയ്ക്കണം, ഹോട്ടലുകളിൽ വേണം, കടകളിൽ വേണം എന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടവരാണല്ലോ. ഇപ്പോൾ ഏത് കടയിലോ ഇവിടെ വില ഒരു പട്ടികയുള്ള ഏത് കടയിലാണ്? കോൺഗ്രസ്സുകാരും ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ടോ? 2 or 3 വട്ടം പുറത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് ഈ തരം ഒരുപാട് ആദർശ രാഷ്ട്രീയങ്ങൾ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏതാണെങ്കിലും കോൺഗ്രസിൻ്റെ സമീപനം ഓരോ വിഭാഗത്തെയും ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിൽ സമരം ചെയ്യിച്ച് ഈ സമരം കൊണ്ട് കേരളത്തെ നശിപ്പിക്കാനുള്ള പരിശ്രമം അതൊരു കാരണവശാലും ഭൂഷണമല്ല. അത് KC വേണുഗോപാലാണ്. ഇപ്പം ശശി തരൂരിൻ്റെ പ്രസ്താവന അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശശി തരൂർ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ സാധിക്കണം. ഈ വികസനത്തിലുള്ള സാഹചര്യം ഒരിക്കലും കോൺഗ്രസ്സിന് ഒരുക്കാൻ വേണ്ടി സാധ്യമല്ല. കോൺഗ്രസ് കേരളത്തെ ഒരു പതനത്തിൻ്റെ ഒരു കുഴിയിലേക്കാണ് എത്തിക്കുക. അതൊരിക്കലും ഒരു നാടിനെ സംബന്ധിച്ച് ഭൂഷണമല്ല. കോൺഗ്രസ്സുകാരും ഭരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്നു, ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, ഭരണമല്ല പ്രശ്നം. മറിച്ച് കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ആസൂത്രിതമായിരിക്കുന്ന പദ്ധതികൾ വേണം, അതിനെ കുറിക്കുന്ന ചർച്ചകൾ വേണം. അതിന് കേരള സർക്കാർ ഒരുപക്ഷെ വേണ്ടത്ര ഒരു അപ് ടു ലെവലല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. 10 കാശിന് കൊള്ളാത്ത മന്ത്രിമാരെ അവിടെ ഉള്ളത്. കാര്യം ശിവൻകുട്ടിയുടെ റേഞ്ചും മറ്റേ ബിന്ദു ടീച്ചറിൻ്റെ റേഞ്ചും ഒക്കെ ഉള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരാണ് അവിടെ ഉള്ളത്. അവർ നേരെ ചൊവ്വേ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് യാതൊരു ഉറപ്പും അവർ സംബന്ധിച്ചില്ല. അപ്പോൾ ഈ തരം ചില വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും ധനകാര്യ വകുപ്പ് മന്ത്രി, ധനകാര്യം എന്താണെന്ന് നിശ്ചയമില്ലാത്ത ധനകാര്യ വകുപ്പ് മന്ത്രിയും, റോട്ടിൽ കൂടി കൃത്യമായിട്ട് സഞ്ചരിക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുള്ള നാടാണ് കേരളം എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും കേരളത്തെ ഒരിക്കലും പ്രതിപക്ഷം ഈ തരത്തിൽ വഴിവിട്ട നിലയിലേക്ക് നയിക്കുന്നത് ഭൂഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും ഈ അംഗൻവാടി അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഇവരെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടുന്നതിന് പിന്നിൽ ഇത്രയും അധികം ഒരു അജണ്ട വെച്ചുള്ള ചില കളികളുണ്ടെന്നും മാത്രമല്ല ഇവരുടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ ഇവരെന്താണ് ചെയ്തതെന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അറിഞ്ഞു കാണണമെന്നില്ല. അത്തരം ചില അറിവുകളാണ് നന്ദേട്ടനിലൂടെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. എന്നാൽ നമുക്ക് ഇനിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് എന്നറിയാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അത്തരത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരും എപ്പിസോഡുകളിൽ കൂടുതൽ കാര്യങ്ങളെ പറയാം.